സംഭവിച്ച കുട്ടികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പല കാരണങ്ങളാണ് അതിന്. ഈ കുട്ടി ഇനി ഒരിക്കലും സംസാരിക്കില്ല എന്നാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലെ ചാലക്കുടിയിലെ പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു, കുട്ടി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, കുട്ടിക്ക് കുറെ ചില സ്ഥാപനങ്ങളുണ്ട്, ഇത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വിട്ടോളൂ പറഞ്ഞു. അങ്ങനെ ഒരു ഇരിങ്ങാലക്കുട ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. ഞാനവിടെ പണ്ട് പോയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്ലാസ് എടുത്ത് ആ സ്ഥാപനത്തിൽ ഇവര് കുട്ടിയെ ആക്കി. അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കുട്ടിയെ കുറിച്ച് പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ഒരു പാത്രം കൊടുത്തിട്ട്, ഒരു ഡബ്ബ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചില മണികളെ രീതിക്കുക, കുറേ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം, ഇതിന് മുന്നത്തെ പ്രോഗ്രാമിൻ്റെ അന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അന്ന് ഈ അമ്മയും അച്ഛനും കുട്ടിയും കൂടിയിട്ട് നമ്മുടെ നന്ദന സാർ പറഞ്ഞതിൻ്റെ ഗർഭത്തിൽ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടിക്ക് വേറെ മരുന്നൊന്നും കൊടുക്കണ്ടേ, കുട്ടിയൊന്നും വേണ്ടില്ല, കുട്ടി മുഖത്തേക്ക് നോക്കില്ല. ഇത്രയും കുട്ടികളുടെ പ്രത്യേകത ഐ കോണ്ടാക്ട് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിൽ ഒരു DHA ട്വിസ്റ്റ് ഉണ്ട്, DHA ട്വിസ്റ്റ് പ്ലസ് ന്യൂട്രി ചാർജ് കിഡ്സ്. ഒരു ട്വിസ്റ്റ് അവിടെ നിന്ന് എടുക്കും. ഇത് കുട്ടികൾക്കുള്ള ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ്. 49 പോഷകങ്ങളാണെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ കിട്ടും. ഇത് 2 നേരം കഴിക്കാൻ പറഞ്ഞു. എന്നായിരുന്നു ആ പ്രോഗ്രാം? ഒക്ടോബർ 26-നാണ് അവർ കണ്ടത്, എന്നെ കാണാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞാണ് അവരിത് വാങ്ങിച്ചത്. അപ്പോൾ ആൾമോസ്റ്റ് ഒക്ടോബർ കഴിഞ്ഞു, നവംബർ 1-ാം തീയതി തൊട്ട്. അപ്പോൾ കഷ്ടിച്ചൊരു 45-50 ദിവസമാണ് അവർ ഉപയോഗിച്ചത്. ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എഴുതുന്നത്. 2 നേരം ഓരോന്ന് കൊടുക്കാൻ പറഞ്ഞു. കിഡ്സ് 2 നേരം കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ തവിടെണ്ണ 1/2 ടീസ്പൂണ് രാവിലെ കൊടുക്കാൻ പറഞ്ഞു. ആ കുട്ടി മിനിഞ്ഞാന്ന് സംസാരിച്ചു. ആ കുട്ടി ഒരുപാട് സന്തോഷം. അവര് ഫോൺ ചെയ്ത് നിർത്തുന്നില്ല. അവര് 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ആളുകളെ സഹായിക്കാൻ ആർസിം പോലൊരു സംവിധാനം വേറില്ല. നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അല്ലേ? ഇപ്പൊ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകളുണ്ട്, പെൺകുട്ടി